എന്തൊക്കെയാണ് പുള്ളിക്കാരി ഒരു വളരെ കാലം മലയാള സിനിമ 30 വർഷത്തെ ഓർമ്മകളുണ്ട്, എന്താ പറയാനുള്ളത്? എനിക്ക് അതിനേക്കാൾ പറയാനുണ്ട്. കാരണം നമ്മൾ ചെന്നൈയിൽ ഒന്നിച്ച് ഒരു ഭാര്യയും ഭർത്താവും ശശിയേട്ടനുള്ള സമയം മുതൽ എനിക്കറിയാവുന്ന നമ്മൾ ഒന്നിച്ചൊരു 100 സ്ഥലത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയാം. അല്ലാത്തത് ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഒരു ചിരിച്ച മുഖമാണ് എപ്പോഴും. ആരോടും അധികം എന്താ പറയുക, സിനിമയുടേതായിട്ടുള്ള ഒരു കുശുമ്പോ കുന്നായ്മയോ ഒന്നും ഇല്ലാതെ എല്ലാവരോടും നല്ലൊരു പെരുമാറ്റമാണ്. അപ്പോൾ ചേച്ചി കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്നു. ആ കിടപ്പ് കാണാൻ സത്യം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല. കാരണം എന്നെ വിളിച്ചായിരുന്നു ഒന്ന് പോയി നോക്കാൻ. ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രയ്ക്ക് എല്ലാ ലൊക്കേഷനിലും ഒരു സ്നേഹത്തോട് പെരുമാറിയിട്ടിരുന്ന ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്നതാണ്. ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒപ്പം വരെ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ചേച്ചിയായിട്ടൊരു 4-5 സീരിയൽ, എനിക്ക് PSI ചേട്ടൻ്റെ സിനിമയും സീരിയലും കലാധരൻ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പാവമായിരുന്നു. ആരെക്കുറിച്ചും ഈ പറഞ്ഞ കുറ്റങ്ങളൊന്നും പറയത്തില്ല. കുറ്റങ്ങൾ പറയാൻ തെറ്റ് വന്ന അവസാന സമയത്തൊക്കെ ഞാനൊരു വർക്ക് ചെയ്യുമ്പോൾ ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ ക്ഷാമാമ്പരത്തിന് ചേച്ചിയെ രമാമേടം കാസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ചേച്ചിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ല, ഓർമ്മ കിട്ടുന്നു. ചേച്ചി വിഷമിച്ചാൽ പോയതൊക്കെ. ഇന്നലെ വൈകിട്ടാണ് നടന്നത്. വന്ന് കാണണം തോന്നി, പറയാൻ പറ്റും. നമുക്കൊക്കെ അവസാന മിനിറ്റിൽ ദിവസങ്ങൾ ഓർമ്മയില്ല. കുട്ടികളെ പോലെ എന്തൊക്കെ പറഞ്ഞു പറ്റുന്നു. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ സഹോദരി എൻ്റെ ഒപ്പം എടുക്കുമ്പോൾ മരിക്കുന്ന ഒരുപാട് പ്രാവശ്യം ഒന്നും വിളിച്ചിട്ടില്ല. ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പ്രാർത്ഥിക്കുന്നു ആത്മാവിന് വേണ്ടി. അത്രയൊക്കെ. ശരി. കുടുംബത്തുള്ള നടിയാണ്. ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളിലും സീരിയലും ഒക്കെ നടക്കും. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനെന്ന് പറഞ്ഞാൽ, നമ്മുടെ അഭിനയ രംഗത്ത് ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണ്. വേറെ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞങ്ങളുമായിട്ട് അത്രമാത്രം ബന്ധം ഈ സീരിയലായിരുന്നാലും സിനിമയായിരുന്നാലും ഒക്കെ. ഈ സിനിമയുടെ വർഷം തോറുമുള്ള യോഗമുണ്ട്, ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിങ്ങിൽ മുമ്പൊക്കെ ഞാൻ ഈ ബസ്സെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളുമായിട്ട് പോകുമ്പോഴും അന്നും കനകലത കൂടെ. അപ്പം ജയനാഥവർമ്മ സാറ്, കൊല്ലം തുളസി, അങ്ങനെ തുടങ്ങി തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ നടന്മാരെയും നടികളെയും കൊണ്ടുപോകാനായിട്ട് വലിയ ബസ്സിലാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് ആ ബസ്സിൻ്റെ ഏർപ്പാടുകളൊക്കെ നടത്തുന്നത് അവിടെ ഇടവേള ബാബു ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഫുൾ ചുമതലയും എനിക്കാണുള്ളത്. അപ്പം ഇങ്ങനെ ലതയെല്ലാം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിളിച്ച് ഇങ്ങനെ ചോദിക്കും, ചേട്ടാ എങ്ങനെയാണ് നമുക്ക് എവിടെ, ഞാൻ എൻ്റെ അടുത്ത് പറയാം പൂജപ്പുര വരാം. അപ്പം പൂജപ്പുരയായിരിക്കും ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം. അങ്ങനെ അവിടെ നിന്ന് പോയി വഴുതയ്ക്കാതെ ശ്രീമൂലം ക്ലബിൻ്റെ അപ്പുറം ട്രിവാൻഡ്രം ക്ലബിൻ്റെ അവിടെ നിന്നെത്തി എല്ലാവരെയും കൊണ്ടാണ് പോയി. അത് ഇത്രയും താരങ്ങളോടൊപ്പം പോവും. തിരിച്ചും അതുപോലെ തന്നെ തിരിച്ച് ജയനാഥവർമ്മ സാറും അവരെല്ലാം, ജയനാഥൻ ചേട്ടൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അപ്പം വലിയ താരങ്ങളോടൊപ്പം അന്നും ലതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ 3 ചുരുങ്ങി.